വീട്ടിൽ ചായപ്പൊടി കിട്ടിയാലും 10 കിലോമീറ്റർ മാറിപ്പോയി ചായ കുടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. ഇത്തവണ ഞങ്ങൾ കുടുംബവുമായിട്ട് കുട്ടിക്കാനത്താണ് ചായ കുടിക്കാൻ വേണ്ടി പോയത്. എല്ലാം ഒരേ മൂഡിലുള്ള ആൾക്കാരായതുകൊണ്ട് വിളിച്ചുടനെ തന്നെ എല്ലാം ആക്ച്വലി ചായ കുടിക്കാനാണ് പോയതെങ്കിലും അവിടെ ചെന്നപ്പോഴേക്കും പ്ലാന് പതുക്കെ മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ലേ, രാത്രി ആയതുകൊണ്ട് വിശപ്പ് പതുക്കെ തലപൊക്കി. ആദ്യം കണ്ട ഈ റെസ്റ്റോറൻറ്റിൽ കയറി ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഫുഡൊക്കെ തീർന്നേക്കുവാണ്. അപ്പോഴാണ് അവിടെ തന്നെയുള്ള ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കാണുന്നത്. എങ്കിൽ പിന്നെ ഇവിടെ നിന്നാക്കാം ഫുഡ് എന്ന് വിചാരിച്ചു. കുട്ടിക്കാലത്ത് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. സാധാരണ ഇവിടെ എപ്പോൾ കയറി ചെന്നാലും തിരക്കാണ്. എന്തായാലും ഇന്ന് അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഏകദേശം 3-3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. അവരവർ ഓർഡർ ചെയ്ത ഫുഡും ജ്യൂസും ഒക്കെ എത്തി. കഷ്ടകാലത്തിന് ഞാൻ ഓർഡർ ചെയ്തത് ഒരു പാസ്തയാണേ. പാസ്തയാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല. അവർ ഫുഡടി തുടങ്ങുകയും ചെയ്തു. എന്തിനു പറയുന്നു, അവർ രണ്ടാമത് ഓർഡർ ചെയ്ത സാധനം വരെ ടേബിളിലെത്തി. അവസാനം ഞാൻ ഓർഡർ ചെയ്ത പാസ്ത വന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 3500 രൂപയുടെ ബില്ലുമായിട്ട് പുറത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു. ഒരു ചായയുടെ വിലയെ